ലെറ്റ് സ്റ്റാർട്ട് ബ്രൗണി മേക്കിംഗ് പാർട്ട് 2. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മാവും കൊക്കോ പൗഡറും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് സിഫ്റ്റ് ചെയ്ത് അരിച്ചെടുക്കണം. അരിച്ച് നമ്മൾ കുറേശ്ശെയായിട്ട് അരിച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുട്ടയും ഷുഗറും കൂടെ മിക്സ് ചെയ്തേക്കുന്ന ആ മിക്സിലേക്ക് നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് ചേർക്കണം. ഓവർ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിൽ നന്നായിട്ട് മിക്സായ ശേഷം ഞാൻ കുറച്ച് വാൽനട്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വാൽനട്ട് ചോപ്പ് ചെയ്തത്. നമ്മൾ ഉണ്ടാക്കുന്ന ബ്രൗണി വാൽനട്ട് ബ്രൗണിയാണല്ലോ. വാൽനട്ടും കൂടി എടുത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തന്നെ ഗ്രീസ് ചെയ്ത് വെച്ചേക്കുന്ന പാനിലേക്ക് നമ്മൾ നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൽ ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വാൽനട്ട് നമ്മൾ ടോപ്പ് ചെയ്തു. കുറച്ച് വെളുത്ത എള്ളും കൂടെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഓവനിലേക്ക്, ഓവൻ സെറ്റപ്പല്ല, പഴയ മോഡൽ ഓവനാണ്, നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. 10 മിനിറ്റ് അത് ഓണാക്കി തന്നെ ഇട്ടിരുന്നു. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുക. അത് ചൂടായിട്ടിരിക്കുകയാണ്. നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്ത് വീണ്ടും ഓൺ ചെയ്ത് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുകയാണ്. ഏകദേശം 30 മിനിറ്റ്സ് മതിയായിരുന്നു എൻ്റെ ബ്രൗണി റെഡിയാവാൻ വേണ്ടിയിട്ട്.